ആദർശും അഭിയും പവിത്രയും കൂടിയിട്ട് 1 മണിക്കൂറിനുള്ളിൽ വേണ്ട അത്യാവശ്യ ഡിസൈൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണും കേട്ടോ. കാരണം അതിൻ്റെ ബാലൻസ് സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും വരച്ച് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും പരസ്പരം എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അഭി കൊണ്ടുവന്ന മുത്തശ്ശനെയൊക്കെ കാണിക്കുന്നുണ്ട് അഭിയുടെ ഡിസൈന്. അപ്പം അത് കണ്ടിട്ട് ജയനും അതുപോലെ തന്നെ മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട്, എന്തായാലും നീ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇത് നവിയുടെയും കൂടെ ഹെൽപ്പ് ഉണ്ടല്ലേ, എന്തായാലും മനോഹരമായിട്ടുണ്ട് ഈ ഡിസൈൻ. എന്തായാലും ഈ ആദർശിൻ്റെ ഡിസൈനും അഭിയുടെ ഡിസൈനും അവർക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം രണ്ടും ഒരേപോലെ തന്നെയുണ്ട്, ഒരേപോലെ നല്ല മനോഹരമായ ഡിസൈനാണെന്ന് എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജാനകിയും മുത്തശ്ശിയും പറയാണ്, യഥാർത്ഥത്തിലുള്ള ഡിസൈൻ ഞങ്ങൾ കണ്ടില്ലല്ലോ നയന, എനിക്കൊന്ന് കാണണമെന്നുണ്ടെന്ന് മുത്തശ്ശി പറയുമ്പം അതൊക്കെ ഞാൻ കാണിക്കാം മുത്തശ്ശി, എന്തായാലും ഒത്തിരി ഭംഗിയായിട്ടൊന്നും ഇല്ല, എങ്കിലും ഞാൻ എൻ്റെ പേരിൽ അഹങ്കരിക്കുന്നൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയാണ്, ഞങ്ങൾക്ക് മനസ്സിലായി കുറച്ച് അഹങ്കാരം ഉണ്ടല്ലേ ഡിസൈനർ ആണെന്ന് പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഒന്ന് ചെറിയമേന്നൊക്കെ പറഞ്ഞിട്ട് നയന പറയുന്നുണ്ട്. അങ്ങനെ അഭിയും ആദർശും കൂടിയിട്ട് ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. ഇതേ സമയത്തിന് ജയനും മുത്തശ്ശനും പറയുന്നുണ്ട് അവരും കൂടെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി കൂടിയിട്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് അടുക്കളയിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് നയന പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് അമ്പലത്തിലൊന്ന് പോകണം, ഞാൻ പോയിട്ട് വരട്ടെ ചോദിക്കുമ്പം അതിനെന്തിനാ മോളെ ചോദിക്കുന്നത്, മോള് പോയിട്ട് വാ, പോയിട്ട് ഇന്നത്തെ അവരുടെ ഡിസൈൻ ശരിയാവണേന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവ്യാനി ചോദിക്കുകയാണ്, ഈ നട്ടുച്ച സമയത്താണോ അമ്പലത്തിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പം അല്ല, അമ്പലത്തിൽ നിന്ന് കയറി തൊഴുതിട്ട് എനിക്ക് വീട് വരെ ഒന്ന് പോകണമെന്ന് പറയുമ്പോൾ അത് പറ, വീട്ടിലേക്ക് പോകാനായിരിക്കും കേട്ടിരിക്കും രാവിലെ ഉച്ചയ്ക്ക് എഴുന്നള്ളുന്നതെന്ന് പറയുമ്പോഴേക്കും എൻ്റെ എല്ലാ ജോലികളും തീർത്തിട്ട് ഞാൻ പോകുന്നത്, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് നയന ഒന്നും മിണ്ടാതെ കയറി പോകുന്നു കേട്ടോ. അപ്പോഴേക്കും ദേവ്യാനിയോട് ജലജ പറയാണ്, കണ്ടില്ലേ ഏട്ടത്തി, ഈയിടെയായിട്ട് അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്, ഏട്ടത്തിയോട് ഇങ്ങനെയൊക്കെ അവൾ പറയാമായിരുന്നു, ഇപ്പം ഒന്ന് പറഞ്ഞാൽ നല്ല ചുട്ട മറുപടി തന്നിട്ടല്ലേ അവൾ പോവാറ് എന്ന് പറഞ്ഞിട്ട് ജലജ ഒന്ന് എരിപിരി കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജ ഓർക്കാണ്, ഇപ്പം ഈ സമയത്ത് തന്നെ അവൾ എന്തിനായിരിക്കും പോകുന്നത്, ഇനി അവളുടെ ഡിസൈനും വരച്ചുകൊണ്ട് കൊടുക്കാനാണോ, അതൊന്നും ആയിരിക്കില്ല എന്ന് ജലജ പറഞ്ഞിട്ട് ജലജയും അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ദേവ്യാനി ജാനകികളും മുത്തശ്ശനും പറയാണ്, നിങ്ങൾക്ക് തോന്നിയില്ലേ അവളിലെ മാറ്റം? മുത്തശ്ശി ചോദിക്കുന്നു, എന്ത് മാറ്റം? അല്ല, ഈയിടെയായിട്ട് അവൾ എന്നോട് തട്ടിക്കയറുന്ന കണ്ടില്ലേ, ഇത്രയും നാളായിട്ട് അവൾ എന്നോട് ഇങ്ങനെ തട്ടിക്കയറിയിട്ടൊന്നും ഇല്ല. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അപ്പം അതിൻ്റെ വേദന ഇപ്പം നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ, ഇതുപോലെയാ ബാക്കി എല്ലാവരോടും നീ തട്ടിക്കയറുമ്പം എല്ലാവരുടെ മനസ്സിലും നോവുന്നുണ്ട്, പക്ഷേ നീ അത് മനസ്സിലാക്കുന്നില്ല, നീ നിൻ്റെ കാര്യം മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനി പറയാണ്, അല്ലെങ്കിലും അമ്മയൊക്കെ അവളുടെ സൈഡാണല്ലോ, ഇപ്പം ഞങ്ങളെക്കാളൊക്കെ വലുത് അമ്മയ്ക്ക് അവളാണല്ലോ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയാണ്, എൻ്റെ മൂത്ത കൊച്ചുമോൻ്റെ ഭാര്യ അവള്, പിന്നെ എനിക്ക് സ്നേഹിക്കാതിരിക്കുമോ, എനിക്ക് ആദർശമുള്ള അതേ സ്നേഹം അവളോടും, അത് മാത്രമല്ല അവളെപ്പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ പുണ്യം ചെയ്യണം നീ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആ പുണ്യമൊന്നും വേണ്ട എന്ന് ദേവേനി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയത്തിന് ക്ലയൻസും എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പവിത്രയുടെ ഡിസൈൻ ഇവർ കാണുമ്പം ഇവർക്ക് പവിത്രയുടെ ഡിസൈൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ 3 ഡിസൈൻസ് നമുക്ക് അവർ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് എന്ന് ആദർശ് പറയണം. അങ്ങനെ അഭിയും ജയനും മുത്തശ്ശനും അവിടെ മാറി ഒരു ക്യാബിനിലുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ നടക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അവർ മാറിയിരിപ്പുണ്ട്. മുത്തശ്ശനും ആദർശും അഭിയും പവിത്രയും ആ ഒരു ക്ലയൻസിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡിസൈൻസൊക്കെ റെഡിയായി ചോദിക്കുമ്പം റെഡി ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ 3 ഡിസൈനും കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും 3 ഡിസൈനും കാണിട്ട് ആ ക്ലയൻറ്റ് പറയാണ്, എന്താ ആദർശ് ചെയ്ത് 3 ഡിസൈനും എത്രയോ തവണ ഈ ഒരു മാർക്കറ്റിൽ ഇറങ്ങിയ ഡിസൈൻസാണ്, നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ, നമ്മുടെ ഈ മൂർത്തി സ്റ്റോറിൽ നിന്ന് തന്നെ പലതവണ പർച്ചേസ് ചെയ്തിട്ടുള്ള സൈസ് മോഡലാണ് ഇതൊക്കെ, പലതവണ ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ്, ആദർശിന് അറിയില്ലെന്ന് ചോദിക്കുമ്പം ഓരോ ദിവസവും ഓരോ പുതിയ ഡിസൈൻസ് അല്ലേ സാർ ആവശ്യക്കാർക്ക് വേണ്ടത്, അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ജനിക്കുന്നത് ഒരുപാട് പുതിയ പുതിയ ഡിസൈൻസാണ്, അതുകൊണ്ട് പഴയതിലേക്കും കയറി വന്നിരിക്കില്ലേ, എന്തുമാത്രം ഡിസൈനാണ് വരയ്ക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. എങ്കിലും ആദർശേ, ഞങ്ങൾ പറഞ്ഞ രീതിക്ക് ഇത് ഒത്തിട്ടില്ല, ഞങ്ങളൊരു റെവല്യൂഷൻ രീതിക്കാണ് ആ ഒരു ഡിസൈനെ കാണുന്നത്, ന്യൂ ജനറേഷനും അതുപോലെ തന്നെ ഓൾഡ് ജനറേഷനും ട്രഡീഷണൽ ആയിട്ട് മോഡേൺ ആയിട്ടുള്ള 2 മിക്സ് ആയിട്ടുള്ള ഡിസൈൻ വേണം, പാർട്ടി വെയർ ആയിട്ടും നോർമൽ വെയർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയത് വേണം, അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, പക്ഷെ കണ്ടാൽ അത് ഭയങ്കര വെയിറ്റ് ഉള്ളതുപോലെ തോന്നിക്കുകയും വേണം, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള മോഡലല്ലേ ഞങ്ങൾ പറഞ്ഞത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് റെഫർ ചെയ്ത് തന്നല്ലേ, പിന്നെന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. ഈ 3 ഡിസൈനും നന്നായിട്ടില്ലേ സാറെന്ന് ചോദിക്കുമ്പം ഈ 3 ഡിസൈനും വളരെ മനോഹരമായില്ലെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല, ഇത് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ മൂർത്തി ജ്വല്ലറിലും ഉറപ്പായിട്ടും ഇതൊക്കെ പബ്ലിഷ് ചെയ്യണം, പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച ഡിസൈൻസ് ഇതല്ല എന്ന് പറയുന്നുണ്ട്.
അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മേ കമിൻ സാറെന്ന് ചോദിച്ചിട്ട് നയൻ അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും ആദർശ് ഇവിടുന്ന് ചാടി വരുന്നേക്കാണ്. നോ ഗെറ്റ് ഔട്ട്, ഇപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറണ്ട എന്ന് പറയുമ്പോഴേക്കും ആഹാ ഇത് മറ്റു ഡിസൈനർ നയനയല്ലേ, ഈ കൂട്ട് ചെയ്ത ആ ഡിസൈൻസൊക്കെ നല്ല രീതിക്ക് മുമ്പോട്ട് പോയിട്ടുണ്ടല്ലേ, എന്നിട്ട് കയറി വായെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശൊന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും നയന അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അന്ന് താൻ വരച്ച ആ ഡിസൈൻസ് ഭയങ്കര റെവല്യൂഷൻ ആയിരിക്കും താൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെയായിരുന്നു ആ ഡിസൈൻസ് ആളുകളുടെ ഇടയിൽ ഒരുപാട് ചർച്ചാ വിഷയമായി. അത് മാത്രമല്ല നമുക്ക് നല്ലൊരു ആടും കിട്ടി. അതുപോലെ തന്നെ ആ ഒരു ജ്വല്ലറി ഡിസൈൻസ് ഒരുപാട് വിറ്റഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ കമ്പനിക്കും അതിൻ്റെ ഒരുപാട് ലാഭം ഉണ്ടായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ ഇപ്പം ഡിസൈനർ വന്ന ഉദ്ദേശം ഞാൻ ചോദിക്കുമ്പോൾ സാർ ഞാനൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, അത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമല്ലേ, ഇയാളുടെ ഡിസൈൻസൊക്കെ അത്രയ്ക്ക് മനോഹരമാണ്, ഞങ്ങൾ പലർക്കും അത് അയച്ചു കൊടുത്തു, ആ ഡിസൈൻസൊക്കെ ഒരുപാട് പേര് അതിന് നല്ല അഭിപ്രായം പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ ഡിസൈനോട് നോക്കിയിട്ട് പറയുകയാണ് എക്സാക്ട്ലി ഞങ്ങൾ പറഞ്ഞത് ഇതാണ് ആദർശേ, ഇതാ നോക്ക് ഈ ഡിസൈൻ കണ്ടോ, ഇതാണ് ഞങ്ങൾ മനസ്സിൽ കണ്ട ഡിസൈൻ. അങ്ങനെ ആ ക്ലയൻറ്റ് മറ്റേ കൂടുതലുള്ളവരൊക്കെ കാണിക്കുമ്പം അവരും പറയണം അതെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഡിസൈൻ ഇത് തന്നെയാണ്, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഒരു ഇതും തോട്ടും ആ ഒരു മാലയുടെ ഓരോ മുക്കിലും മൂലയിലും ഒളിഞ്ഞിരിപ്പുണ്ട്, ഞങ്ങൾ പറഞ്ഞ ഡിസൈൻ ഇത് തന്നെയാണ്, ഇത് കണ്ടാൽ ഹൈ വെയിറ്റ് ആണെന്ന് തോന്നുമെങ്കിലും ഇത് ലോ വെയിറ്റിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈന് ഉറപ്പായിട്ടും ഞങ്ങൾ സ്വീകരിക്കും, ഇപ്പം തന്നെ അത് ഫയൽ ഒപ്പിട്ടേക്കാം, ഫയൽ എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് ഇന്ന സാധനം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫയലെടുത്ത് കൊടുക്കുന്നുണ്ട്. അബിയൊക്കെ ആണെങ്കിൽ അങ്ങ് ഉരുകി വേർതിരിക്കുന്നുണ്ട് കേട്ടോ. ആദർശാണെങ്കിൽ നയനയുടെ മുമ്പിൽ ചമ്മിയൻ്റെ നല്ല ഒരു ചമ്മലുണ്ട് കേട്ടോ. അങ്ങനെ നയനയുടെ ആ ഡിസൈൻ അവരപ്പോൾ തന്നെ ഒപ്പുവെച്ചിട്ട് ആദർശിന് കൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നയന എന്ന് പറഞ്ഞ് നയനയുടെക്ക് കൈ കൊടുത്തിട്ട് എന്തായാലും ആദർശേ നീ ഒരു കാര്യം മറച്ചു വെച്ചു, എന്താ സാറെന്ന് ചോദിക്കുമ്പം അല്ല തൻ്റെ ഭാര്യയാണല്ലേ ഇത്, ഞാൻ നിങ്ങളുടെ ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ അകത്ത് ഞാനത് കണ്ടിരുന്നു, പക്ഷെ താൻ മറച്ചു വെച്ചത് ഒട്ടും ശരിയായില്ല കേട്ടോ, എന്തായാലും തൻ്റെ വിവാഹത്തിന് എന്നെ വിളിച്ചില്ലോ എന്ന് പറയുമ്പോൾ അയ്യോ സോറി സാർ എന്ന് പറയുമ്പം അതൊന്നും സാരില്ല, എന്തായാലും നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു അസറ്റാ, പിന്നെ ഒരു ഡിസൈനറെ തന്നെ നിങ്ങൾ തേടി പിടിച്ചതാണോ എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നും അല്ല സാർ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, ഇതുപോലെ ഡിസൈൻ വരയ്ക്കാൻ അറിയാവുന്ന ഒരാളെ കിട്ടിയല്ലോ, മൂർത്തി ജ്വല്ലറിയുടെ വലിയൊരു അസറ്റല്ലേ ഈ നിൽക്കുന്നത്, എന്തായാലും ആള് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അയാൾ ആദർശനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് ഒന്ന് ചമ്മി അടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയാണ് ഈ ഡിസൈൻ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ഓർഡർ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഉള്ളായിരുന്നു, പക്ഷെ നിന്നോട് ആര് പറഞ്ഞു ഈ ഡിസൈൻ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ, നയന ചോദിക്കണം ഓഹോ ഇപ്പം അങ്ങനെയായോ, ഞാൻ കാരണം കിട്ടിയ ഡിസൈൻ അത് എത്രയും പെട്ടെന്ന് നിങ്ങളടുത്ത് ഒപ്പുവെപ്പിച്ചത്, എന്നിട്ടിപ്പോൾ അത് കൊള്ളില്ലെന്നായല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആദർശോടൊന്നും മിണ്ടാതിരിക്കുമ്പോഴേക്കും മുത്തശ്ശനും ജയനും അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ആദർശ് ഇത് ഇത്രയ്ക്ക് അസൂയം ജലസിയൊക്കെ പാടണമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശ അത് ഇവളെന്ന് പറയുമ്പം ഞങ്ങൾക്കെല്ലാം അറിയായിരുന്നു, മുത്തശ്ശിയോട് ഡ്രസ്സ് എടുക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ തന്നെ അവളുടെ ഡിസൈൻ വരയ്ക്കാൻ പോകാനാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായതാ. ഡിസൈനെല്ലാം പൂർത്തിയായതിനു ശേഷം ഞാൻ മുറിയിലേക്ക് പോയപ്പം എൻ്റെ തലാണിയടിയിൽ നിന്നും ഇവളുടെ ഈ ഡിസൈൻ ഞാൻ കണ്ടതുവാ, ഇവിടെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞ ഇടയുടെ ബാലൻസ് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഉണ്ട്. അപ്പം മുത്തശ്ശൻ വലിയൊരു തീരുമാനം എടുക്കുന്നുണ്ട് ആദർശിന് മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് അടുത്തിടയിലൂടെ ചർച്ച ചെയ്യാം കേട്ടോ. അപ്പം മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.